ഷോപ്പിൽ നിന്ന് നേരത്തെ ഇറങ്ങണ്. ഇന്നൊക്കെ ഒരു ക്ഷണുണ്ട് നോമ്പുറക്കലേ. ഇത്രയും നോമ്പായിട്ട് ഇന്നൊരു ആരും നോമ്പറക്കാൻ വിളിച്ചിട്ടില്ല. പക്ഷെ കല്യാണം കഴിച്ച് നന്നായി. ഭാര്യ വീട്ടിൽ ഒരു ക്ഷണം കിട്ടി. അങ്ങോട്ടേക്കുള്ള പോക്കാണ്. ഞങ്ങളല്ലാത്തതുകൊണ്ട് വീട്ടിൽ നിന്ന് പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലാട്ടാ. അതുകൊണ്ട് വെറുതെ തിളക്കണ്. നീ അവിടെ തിളച്ച് പറഞ്ഞോ. നമുക്ക് അത്താഴത്തിനാ കാണാം. ഞാൻ നോമ്പ് തുറക്ക് വീണ്. പെണ്ണും കുട്ടികളൊക്കെ രാവിലെ പോയി ഒരു സ്ഥലം പിടിച്ചിട്ടുണ്ട്. നമ്മളെ ചെല്ലുമ്പോ ഐസ്ക്രീം ചെല്ലാനാണ് കുട്ടികളുടെ ഓർഡർ. ഐസ്ക്രീം മേടിക്കാൻ നമ്മുടെ നാട്ടിലെ ബെസ്റ്റ് ഓപ്ഷൻ റാഫി കടന്നേട്ടാ. ഈ സ്ഥാപനമൊക്കെ നമ്മളെ പരിചയപ്പെടാനാണ്. അധികമാരും ചെയ്യാത്തൊരു ഐഡിയ നേട്ടാ. മൂപ്പരെ കാണിച്ചിട്ടുള്ള ഇവിടെ നമ്മളൊക്കെ കടയിൽ പോയിട്ട് ജ്യൂസ് പറയുമ്പോ പറയില്ലേ, ചേട്ടാ തണുപ്പ് പോരാ, ഐസ് വേണമെന്ന്. ഐസ് ഒന്നും ഓരോ ഫ്രിഡ്ജ് വെച്ച് ഉണ്ടാക്കണതല്ലേട്ടാ. അങ്ങനത്തെ ഐസ് ക്യൂബ് ഒക്കെ ഉണ്ടാക്കുന്ന കടയാണിത്. നമ്മുടെ ചാവക്കാട് ഇടയ്ക്ക് ഒരു സെന്ററിൽ നിന്ന് ബീച്ച് റോഡിലാട്ടാ ഈ ഒരു സ്ഥാപനം വരണേ. ഈ നിൽക്കണ ഡാവാണ് റാഫി. ഈ സംരംഭത്തിന്റെ കോണറാണ്. രാവിലെ കാണുമ്പോ ഒരു കുണ്ടാ ലുക്കാണെങ്കിലും ഐസ് പോലത്തെ മനസ്സാട്ടാ. വീട്ടിലെ നാട്ടിലെ വല്ല ഫംഗ്ഷൻ ഉണ്ടാകുമ്പോ മീനിടുന്ന ഐസും മേടിച്ച് വെള്ളം കലക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. എന്നാ രീതിയാണ് മാറ്റിക്കോ. ഇവിടെ കണ്ടില്ലേ ഫിൽറ്റർ ചെയ്ത വെള്ളം അരമണിക്കൂറിനുള്ളിൽ മെഷീനിൽ ഇരുന്നിട്ട് വെന്തുരുകി ഐസ് ക്യൂബിന് നിലത്ത് വീണോണ്ടിരിക്കണ്. ഈ വീണോണ്ടിരിക്കണ ഐസ് ക്യൂബ് പറക്കി എടുത്തിട്ടാണ് മൂപ്പർ പാക്കറ്റ് ആക്കി വെക്കണത്. ഇതേപോലത്തെ 2 മെഷീനാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ സാധനങ്ങൾ സമൃദ്ധിയാണ്. ഓരോ അരമണിക്കൂറിൽ ഇങ്ങനെ വീണോണ്ടിരിക്കും. 5 പാക്കറ്റ് ഒരാക്കാൻ പറ്റുന്നു. ഓരോ പാക്കറ്റിലും 3-3.5 കിലോ ഉണ്ടാവും. വീട്ടിലെ നാട്ടിലെ ചെറുത് വലുത് എന്ത് ഫംഗ്ഷൻ നടക്കുകയാണെങ്കിലും ഈ ചൂട് കാലത്ത് തണുത്തോളം കുടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടാ മേടിച്ചോട്ടാ. വലിയ ഓർഡറുകളൊക്കെ ആണെങ്കിൽ ഇടാവന് ഡെലിവറി ചെയ്തിരുന്നേ. കാറ്ററിംഗുകാരൊക്കെ സ്ഥിര സ്പോട്ടാണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെ ഈ പരിപാടി മാത്രമല്ല, ഡ്രിങ്കിങ് വാട്ടർ ഉണ്ട്. ഒരു 1 ലിറ്ററിന്റെയും 1.5 ലിറ്ററിന്റെയും ബോട്ടിലൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ കേസ് കണക്കിന് വെച്ചിട്ട് ഇവിടെ. അപ്പൊ ആവശ്യക്കാരൊക്കെ വന്ന് മേടിച്ചോട്ടാ. ഞാൻ വന്ന കാര്യം മറന്നുപോയി. ഞാൻ വന്നത് ഐസ് ക്യൂബ് മേടിക്കാനായിരുന്നില്ല, ഐസ്ക്രീം മേടിക്കാൻ വേണ്ടി. ഇവിടെ ലാസ്റ്റ് ഐസ്ക്രീമിന്റെ വണ്ടി മറിഞ്ഞിട്ടുണ്ടോണ്ട് ഇപ്പൊ മുതൽ ഫാമിലി ഐറ്റംസ് വരണ്ട്. അതെല്ലാം വെറൈറ്റി ഐറ്റംസ് കേട്ടാ. ഇപ്പൊ ഐസ്ക്രീമിന്റെ കാലല്ലേ, എല്ലാ ഫ്രൂട്ട്സിലും ഉണ്ടാവും ഓരോ ഐസ്ക്രീം. റെഡ് വെൽവെറ്റിന്റെ കേക്ക് വരെ ലാസ്റ്റ് ഐസ്ക്രീം ആയിട്ടുണ്ട്. ഇത് മേടിച്ചിട്ട് ഞാൻ പോട്ടെ, മക്കളോട് വെയിറ്റ് ചെയ്യണ്ടേ നോമ്പറക്കാൻ വേണ്ടിട്ട്. നമ്മളവിടെ എത്തുമ്പോഴത്തേനും കുട്ടികൾ ക്ലാസ് പിടിച്ച് നിൽക്കട്ടെ. എന്തുകൊണ്ടായാലും നോമ്പ് വന്നിട്ടേ ഐസ്ക്രീം വിളമ്പുള്ളൂ.